വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ധാരാളം പേര് വാഹനങ്ങളായിട്ട് വരുന്നു. നമ്മൾ പരിചിതരായ മുഖങ്ങൾ പലരും വരുന്നു. അത് അവരെ ആശുപത്രി കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് പോലും പറയുന്നത് നമുക്ക് കേൾക്കാം. ആശുപത്രി കൊണ്ടുപോകേണ്ടതല്ലേ, ആ വയ്യാണ്ട് അല്ലെങ്കിൽ അടികിട്ടി കിടക്കുന്നതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ വീണിട്ട് പരിക്ക് പറ്റിയതാണെങ്കിലും ആശുപത്രി കൊണ്ടുപോകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് പോലും അവിടെ പ്രതികരിക്കുന്നത് നിങ്ങളെല്ലാവരും അകത്ത് കയറി ഒന്ന് കുളിച്ച് ഫ്രഷായി കിടക്ക്, എല്ലാവരും ഗേറ്റൊക്കെ അടച്ച് പൂട്ടി പോകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ ഇത്ര ആളുകളെ മുഴുവൻ കണ്ടിട്ട്, ഇത്ര വാഹനങ്ങൾ കണ്ടിട്ട് പോലും പോലീസ് അതിലൊരു നടപടി സ്വീകരിക്കാതെ പോയതുകൊണ്ടാണ് വാസ്തവത്തിൽ അവിടെ ഇത്തരത്തിലുള്ളൊരു ദുരന്തം ആ നാട്ടിൽ സംഭവിച്ചത്. അത് പോലീസ് സമയബന്ധിതമായിട്ട് സത്വരമായിട്ട് ആ വയ്യാതെ കിടക്കുന്ന അല്ലെങ്കിൽ വീണ്ടും മരണപ്പെട്ട ആ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് യഥാസ്ഥിതി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അന്വേഷിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആ നാടില് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അത് പോലീസിന്റെ ഭാഗത്ത് വന്ന ഒരു അനാസ്ഥ തന്നെയാണ്. ചേലക്കര പുലാക്കോട് അൻസാറിന്റെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സംഭവം നടന്ന സ്ഥലത്ത് പോലീസ് എത്തിയപ്പോൾ പരിക്കേറ്റ് രക്തം വാർന്ന അൻസാറിനെ കണ്ടിട്ടും ആശുപത്രിയിൽ എത്തിക്കാത്തത് പോലീസിന്റെ ഗുരുതര വീഴ്ചയാണെന്നും കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. പോലീസും എക്സൈസും പ്രദേശത്തെ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കുന്നതിന് ജാഗ്രത കാണിക്കണമെന്നും ആവശ്യം. സംഭവസ്ഥലത്ത് വാഹനത്തിൽ നിന്നും പോലീസ് കഞ്ചാവ് പിടിച്ചിട്ടും തുടർ നടപടി സ്വീകരിച്ചില്ല എന്നും കുറ്റപ്പെടുത്തൽ. റൈറ്റ് വിഷൻ പുറത്തുവിട്ട ദൃശ്യത്തിലെ മുഴുവൻ ആളുകളെയും ചോദ്യം ചെയ്ത് നിയമപരമായ നടപടികൾ ഉറപ്പുവരുത്തണമെന്നും കോൺഗ്രസിന്റെ ആവശ്യം. മദ്യ മയക്കുമരുന്ന് മാഫിയകൾ അഴിഞ്ഞാടുന്ന സ്ഥലമായി പുലാക്കോട് പങ്ങാരപ്പള്ളി പ്രദേശങ്ങൾ മാറിയെന്നും ഇത്തരക്കാർക്ക് ഒത്താശ നൽകാൻ ചിലർ രംഗത്തു വരുന്നത് നാടിന് ആപത്താണെന്നും കോൺഗ്രസ് തുറന്നടിച്ചു. നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ പോലീസും എക്സൈസും ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, ട്രഷറർ സുദേവൻ പള്ളത്ത്, ജനറൽ സെക്രട്ടറി PA അച്ഛൻകുഞ്ഞ് എന്നിവർ ആവശ്യപ്പെട്ടു. റൈറ്റ് വിഷൻ ചാനലിലൂടെ ഇന്നലെ ആ സംഭവത്തിന് മുമ്പായിട്ടുണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളിലും ഒക്കെ തന്നെ വളരെ വിശുദ്ധമായിട്ട് കാണുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. പല ആളുകളും, നമുക്ക് പരിചിതരായ ആളുകൾ, പരിചയമില്ലാത്ത ആളുകൾ വാഹനങ്ങളിൽ വരുന്നു. അങ്ങനെ വ്യത്യസ്തമായ വാഹനങ്ങളും പരിചിതമല്ലാത്തവരും പരിചിതരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ വന്ന് വളരെ ദീർഘമായ ഒരു സമയം, രാത്രികാലം പുലർക്കാലം വരെ അവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അരങ്ങേറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവിടുത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു പ്രശ്നക്കാരോ പ്രതിസന്ധിക്കാരായ ജനവിഭാഗം ഉൾക്കൊള്ളുന്നൊരു പ്രദേശമല്ല. മറിച്ച് ഇത്തരത്തിലുള്ള മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ തന്നെ കൂട്ടുകെട്ടിലേക്ക് ആ പ്രദേശത്തിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും വരുന്നത് അത് ചില ആളുകളൊക്കെ തന്നെ അത് ഒരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യവും അവരെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമുക്ക് വ്യക്തിപരമായ ആരോടും ആ കാര്യത്തിൽ ഒരു പ്രയാസമോ അല്ലെങ്കിൽ വ്യക്തിപരമായി പരാമർശിക്കുവാനൊന്നും നമ്മൾ തയ്യാറല്ല. മറിച്ച് ആ നാടിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി പ്രവർത്തിക്കുവാൻ വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെ ആരോഗ്യകരമായ രീതിയിൽ കാര്യങ്ങൾ പ്രതിപാദിക്കുമ്പോൾ അത് വേണ്ടുന്ന രീതിയിൽ അവിടെ നടന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് വരുന്നുണ്ട്. അവിടെ രക്തത്തിൽ വാർന്നു കിടക്കുന്ന ഈ മരണപ്പെട്ട വ്യക്തി അവിടെ ഉണ്ടായിട്ട് കണ്ടിട്ട് പോലും പോലീസ് ഹോസ്പിറ്റലിലാക്കുമെന്നതിനോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് യഥാവിധി ചോദ്യം ചെയ്ത് ഇനിയും കൂടുതൽ പ്രതികളെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടെത്തുന്നുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിനോ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് പാർട്ടി എത്തിച്ചിരിക്കുന്നത്. ആ നാട്ടിലെ ഒരു പൊതുസമാധാന ജീവിതം അവിടുത്തെ കാലങ്ങളായിട്ടുള്ള മാതാപിതാക്കളും സഹോദരന്മാരൊക്കെ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് ആ നാടിനെ നയിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്
അതിന് നേതൃത്വം കൊടുക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുകയും പോലീസ് അതുപോലെ തന്നെ എക്സൈസും ജാഗരൂകരായിട്ട് അവരുടെ ദൗത്യം കൃത്യതയോടുകൂടി നിർവഹിക്കുവാൻ തയ്യാറാവുകയും ചെയ്താൽ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധത്തിൽ ആ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവിടെ പോലീസ് വരുമ്പോൾ ഈ വിഷ്വൽസിൽ കണ്ടതായ, ഇന്നലെയൊക്കെ ഇറങ്ങിയ വിഷ്വൽസിൽ കണ്ടായ മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഉത്തരവാദിത്തപ്പെട്ടവരെ അതിനു വേണ്ടുന്ന ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് പാർട്ടിക്ക് ആവശ്യപ്പെടുവാനായിട്ടുള്ളത്. അതിൽ പോലീസ് യാതൊരു തരത്തിലും അനാസ്ഥ കാണിക്കരുത് എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. ഒരു വാഹനത്തിൽ നിന്ന് മയക്കുമരുന്ന് അടക്കം കിട്ടിയിട്ട്, കഞ്ചാവ് അടക്കം കിട്ടിയിട്ട് ആ വാഹനവും കാര്യങ്ങളും കസ്റ്റഡിയിലെടുത്ത് അതിൻ്റെ യഥാസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയും കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ആ നാടിൻ്റെ സമാധാന അന്തരീക്ഷം, മുൻകാലങ്ങളിൽ ആ നാട് വളരെ സംശുദ്ധമായ രീതിയിൽ സമാധാനപരമായി ജീവിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റപ്പെടുന്ന ഒരവസ്ഥ ആ പ്രദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മാഫിയകൾക്ക് അഴിഞ്ഞാടുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ പ്രദേശം, പുലാക്കോട്, പങ്ങാരപ്പള്ളി, കാളിയാറോഡ് പ്രദേശങ്ങളൊക്കെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പോലീസും ഉത്തരവാദിത്തപ്പെട്ട എക്സൈസ് വകുപ്പും അതിന് ജാഗ്രത കാണിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ച് യഥാസ്ഥിതിയിലുള്ള ആ വിഷ്വൽസ് പ്രകാരമുള്ള യഥാർത്ഥ ആളുകളെ കണ്ടെത്തി അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുവാനായിട്ടുള്ളത്. നമുക്ക് ഒരാളോടും വ്യക്തിപരമായ രീതിയിൽ ഈ കാര്യത്തിൽ ഒരു വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്ത അഭിപ്രായങ്ങളോ ഇല്ല. അവിടെ സമാധാന അന്തരീക്ഷം ആ നാട്ടിൽ ഉണ്ടാകണം. ആ നാട് അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നില്ല. എല്ലാവരെയും നാനാജാതി മതസ്ഥർക്കും ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരു നല്ല പ്രദേശമായിരുന്നു. ആ ഒരു പ്രദേശത്തിലേക്ക് വീണ്ടും ആ നാടിനെ എത്തിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.